കർത്താവിൻ്റെ ദാസനും വേദിയിലുള്ള കർത്തൃദാസന്മാർ, സംഗീത ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, സഭയിൽ ഇന്നത്തെ ഈ പ്രാർത്ഥന യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വാക്യം വായിക്കുവാൻ നമുക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി നല്ല തൻ്റെ ഇടത്തോടൊന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. അവസാനം പറഞ്ഞ ആ വാക്ക് വിശ്വസിക്കുന്നവർ. ഏതാണ് സമയം? അങ്ങനെ വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിയൊരു സ്തോത്രം പറയാമോ? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ വചനം ഞങ്ങൾക്ക് വിഭാഗിച്ചു നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 6:45 എനിക്ക് അടുത്ത സ്ഥലത്ത് പ്രസംഗം തുടങ്ങണം എന്നുള്ളത് കൊണ്ട് 6:35-നും 40-നും ഇടയിൽ പ്രസംഗത്തിൻ്റെ അവസാനത്തെ കുത്തിടും. എവിടെ തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ നാളെ ഉണ്ടെന്നാണ് എൻ്റെ തോന്നൽ. അങ്ങനെയാണെങ്കിൽ ഇത് തുടരും എന്ന് മുന്നമേ അറിയിക്കുന്നു. കാരണം അവസാനത്തെ സമയം എങ്ങനെയാകും നമുക്ക് പറയാനൊക്കത്തില്ലല്ലോ. വേദഭാഗത്തിലേക്ക് നമ്മൾ വരുന്നു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അതിൻ്റെ കാരണമാണ് പറയുന്ന സമയം അടുത്തിരിക്കുന്നു. വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ സ്വാധീനവും അതിൻ്റെ ശക്തിയും പ്രാധാന്യവും എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ജോൺ ടി മാത്യു സാറ് സംസാരിക്കുന്ന ശുശ്രൂഷിക്കുന്ന സഭയിൽ വന്ന് വേദപുസ്തകത്തിൻ്റെ ABCD പറയേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും ഞാനൊരു പ്രസംഗനാണല്ലോ, അതുകൊണ്ട് അതിനോട് നീതി പുലർത്താൻ വേണ്ടി പറയുകയാണ്. അദ്ദേഹം പിറകിൽ ഇരിക്കുന്നതോർത്ത് ഒരു സമാധാനം സത്യത്തിൽ എനിക്കുണ്ട്. ഏതായാലും ഞാൻ ഈ ഭാഗത്തേക്ക് കടക്കട്ടെ. എന്താണ് വെളിപ്പാടെന്ന് പറയുന്നത്? അപ്പോക്കാലിപ്സിസ്, എസ്കെറ്റോസ്, എബ്രായ ഗ്രീക്ക് ഭാഷയിലുള്ള 2 പദപ്രയോഗങ്ങളാണ് അത് രണ്ടിൻ്റെയും മലയാളത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് മറനീക്കുക എന്നാണ്. ഇതിനപ്പുറത്ത് ഒരുപക്ഷെ സഭാഹാൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഭിത്തി ഒരു മറയായി നിൽക്കുന്നതുകൊണ്ട് കാണാൻ കഴിയാത്തതുപോലെ ആകാശം എന്ന് പറയുന്ന തിരശീലയ്ക്ക് അപ്പുറത്ത് എന്താണുള്ളത് എന്ന് നൂറ്റാണ്ടുകളായി ഭക്തന്മാർ മുഴങ്കാലിൽ ദൈവത്തോട് ചോദിച്ചു. വ്യക്തമായ ശക്തമായ മറുപടികൾ ആർക്കും കിട്ടാതിരുന്ന കാലഘട്ടത്തിൽ AD 90-95 പത്മോസിൻ്റെ പാറപ്പുറത്ത് മുട്ടുമടക്കിയ യോഹന്നാൻ്റെ ആത്മീയമായ നേത്രങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ ദൈവം തമ്പുരാൻ ഒരു വെളിപ്പാടുകളുടെ കലവറ അവൻ്റെ മുൻപാകെ പ്രദർശിപ്പിച്ചു കൊടുത്തു. ഈ പുസ്തകം പണ്ട് കാലങ്ങളിൽ ആളുകൾ വായിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. 7കളുടെ ഒരു ഘോഷയാത്ര ഇതിനകത്തുണ്ട്. 7 ആത്മാക്കൾ, 7 കണ്ണുകൾ, ക്രോധകലശങ്ങൾ, കാഹളങ്ങൾ, ധൂപങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ സംഭവങ്ങളും പിന്നെ രാത്രിയിൽ ഉറക്കത്തിൽ മാത്രം കാണുന്ന പ്രത്യേക മൃഗങ്ങളും ജീവികളും വാലും കൊമ്പും ഒക്കെ ഉള്ളതൊക്കെ വെളിപ്പാട് പുസ്തകത്തിലുള്ളത് കൊണ്ട് ഇത് വായിച്ചിട്ട് അർത്ഥം ചോദിച്ച് ചെല്ലുന്നവരോട് അന്നത്തെ നേതാക്കന്മാർ ചോദിച്ചിരുന്നു പോലും, ആര് പറഞ്ഞാൽ ആ വെളിപ്പാട് പുസ്തകം വായിക്കാൻ വേറൊരു പുസ്തകം വായിക്കാനും കിട്ടിയില്ലേ എന്ന്. അന്ത്യകാലത്ത് സംഭവിക്കുന്ന 150 ലക്ഷണങ്ങളുണ്ട്. അതിൽ ഒരു ലക്ഷണമാണ് ജ്ഞാനം വളരെ വർദ്ധിക്കും. അതൊന്നും നമുക്കധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. നമുക്ക് പലതും അറിയില്ലെങ്കിലും കുട്ടികൾക്ക് സകലവും അറിയാം. മൊബൈലിനകത്തുള്ള എന്തെങ്കിലും ഇലക്ട്രോണിക് സംവിധാനങ്ങൾ നമുക്കറിയില്ലായിരിക്കും. പക്ഷേ ഈ ഇരിക്കുന്ന പിള്ളേരുടെ കയ്യിലിട്ട് മൊബൈൽ അങ്ങോട്ട് കൊടുത്തു നോക്കണം, 3 മിനിറ്റിനകം അതിൻ്റെ പരിപ്പെടുത്ത് നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ ജ്ഞാനം വളരെ വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും ജ്ഞാനം അതിൻ്റെ കുതിച്ചു കയറ്റം തന്നെ വാസ്തവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വേദപുസ്തകം ഒരു വാലികേറ മലയല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വെളിപ്പാടുകളുടെ ഒരു നീണ്ട പരമ്പര ഇതിനകത്ത് കാണുവാൻ കഴിയും. 1-ാം അധ്യായത്തിൽ മാറത്ത് പൊൻകച്ച കിട്ടിയ മനുഷ്യപുത്രൻ്റെ സദൃശനായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. 2-3 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ സഭ ഭാവിയിൽ കടന്നു പോകും എന്ന് വേദചിന്തകന്മാർ പറയുന്ന 7 സഭകൾ, എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലദെൽഫ്യ, ലവോദിക്ക എന്നിങ്ങനെ 7 സഭകളെക്കുറിച്ചുള്ള വെളിപ്പാട്. 4-ാം അധ്യായത്തിൽ 24 മൂപ്പന്മാർക്ക് നടുവിലുള്ള ദൈവിക സിംഹാസനത്തിൻ്റെ വെളിപ്പാടും 5-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ പേരും ശുഭ്രനക്ഷത്രവുമായവൻ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന പുസ്തകം തുറക്കുന്നതിൻ്റെ വെളിപ്പാടുമാണ്. 6-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ കർത്താവുതാൻ ഗംഭീരനാദത്തോടെ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവസഭ എടുക്കപ്പെട്ട അനന്തരം, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ഉത്പ്രാവണം ചെയ്ത അനന്തരം, ഇവിടെ എതിർക്രിസ്തു ഭരിക്കുവാൻ വരുന്ന 7 വർഷം. ഒരുപക്ഷെ ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ പിതാക്കന്മാരിട്ട് അതിന് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല.
അതുകൊണ്ട് ഒന്നുകൂടി ആ വാക്ക് ഉറപ്പിച്ചു പറയുന്നു. സഭ എടുക്കപ്പെട്ട അനന്തരം ഇവിടെ എതിർക്രിസ്തു ഭരിക്കുന്ന 7 വർഷത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുള്ള രണ്ടാമത്തെ പകുതിയിലെ 3.5 കൊല്ലത്തിനിടയിൽ സ്വർഗത്തിൽ നിന്നും ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് അയക്കുന്ന 61 ബാധകളിൽ 52 പരം ബാധകളുടെ വെളിപ്പാട്. 17-ാം അധ്യായത്തിൽ സാത്താൻ്റെ സഭയുടെ പ്രതീകം എന്ന് വേദചിന്തകന്മാർ പറയുന്ന മർമ്മം മഹദിയാം ബാബിലോൺ, അതിൻ്റെ ന്യായവിധിയുടെ വെളിപ്പാടും. 18-ാം അധ്യായത്തിൽ ശേഷിക്കുന്ന മഹാപീഡനകാല സംഭവങ്ങളുടെ വെളിപ്പാടും. 19-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ സഭയാകുന്ന മണവാട്ടിയെ ആത്മീക മണവാളനാകുന്ന ക്രിസ്തു വേളികരിക്കുന്ന കുഞ്ഞാടിൻ്റെ വിവാഹത്തിൻ്റെ വെളിപ്പാടും. 20-ാം അധ്യായത്തിൽ സഹസ്രാബ്ദവാഴ്ചയും 11 സിംഹാസനങ്ങളിൽ പ്രധാനപ്പെട്ട 3 സിംഹാസനങ്ങളിൽ രക്ഷിക്കപ്പെടാതെ മരിച്ചു പോകുന്ന ദുഷ്ടന്മാരുടെ ന്യായവിധി നടത്തുന്ന വെള്ളസിംഹാസനത്തിൻ്റെ വെളിപ്പാടും. 21-ാം അധ്യായത്തിൽ ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ യെരുശലേം എന്ന വിശുദ്ധ നഗരം ദൈവസന്നിധിയിൽ നിന്ന് ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നതിൻ്റെ വെളിപ്പാടും. അവസാനത്തേതും ഒടുവിലെത്തിയതുമായ 22-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ സഭ പുതിയ യെരുശലേം നിത്യതയിലേക്ക് മറയുന്നതിൻ്റെ വെളിപ്പാടുമാണ്. 22 അധ്യായങ്ങളിലായി 404 വാക്യങ്ങളിലായി ഈ ഭൂമിയിൽ ചവിട്ട് നിൽക്കുന്ന മനുഷ്യന് നോക്കിക്കാണുന്ന ഈ നീലാകാശത്തിനപ്പുറത്ത് എന്തുണ്ട് എന്ന ചോദ്യത്തിന് ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് അച്ചടി മഷിയിൽ കൂടെ കയറ്റിവിട്ട് പ്രവചനങ്ങളുടെ വെളിപ്പാടുകളുടെ ഈ കലവറ വെറും 150 രൂപയ്ക്ക് മൂല്യമുള്ള ഈ പുസ്തകം നമ്മുടെ കയ്യിൽ അച്ചടക്കത്തോടെ ഭദ്രമായി തന്ന ദൈവത്തെ ഇന്ന് രാത്രിയിൽ ആദ്യമായി ഞാൻ സ്തുതിക്കുകയാണ്. വാക്യം 3, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ. ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ വ്യക്തവും തിട്ടവുമായി പ്രതിപാദിക്കുന്നതിനാണ് ബൈബിൾ പ്രവചനം എന്ന് പറയുന്നത്. ഭൂതകാലത്ത് എത്രയോ പ്രവചനങ്ങൾ നിറവേറി അവ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടു, അഥവാ തങ്കലിപികളാൽ അവ ആലേഖനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. വർത്തമാന കാലഘട്ടത്തിലും വേദപുസ്തകത്തിൻ്റെ ദൈവവിശ്വാസീയത അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടി നിരവധി പ്രവചനങ്ങൾ ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ലോട്ടറിക്കാരൻ നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്കുലി പരിമിതം എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന പ്രവചനങ്ങൾ മാത്രമേ അനധിവിദൂര ഭാവിയിൽ ഇനി നിറവേറുവാനായിട്ട് ഉള്ളൂ. അർത്ഥാൽ നിറവേറി കഴിഞ്ഞതും നിറവേറിക്കൊണ്ടിരിക്കുന്നതും നിറവേറാനുള്ളതുമായ പ്രവചനങ്ങളാൽ നിബിഡീകൃതമായൊരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ടാണ് ആ വാക്ക് വന്നിരിക്കുന്ന ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ. അടുത്തത് വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ ഒരു പുല്ലിംഗ രൂപത്തിലാണെങ്കിൽ ഇവിടെ സ്ത്രീലിംഗ രൂപത്തിലാണ് വാക്യം വായിച്ചത്. ആരാ വാക്യം വായിച്ചത്? സിസ്റ്ററാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഉറങ്ങിയാലും കുഴപ്പമില്ല, അതുകൊണ്ട് ഉറങ്ങരുത്. ഈ വാക്യം ആരാണോ വായിച്ചു കേൾപ്പിക്കുന്നത് അവരാരാണ്? ഭാഗ്യവാൻ. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാകും ആ വാക്യം എനിക്ക് വായിക്കായിരുന്നു, കൈ നോക്കായിരുന്നു. ഇനിയും അവസരമുണ്ട്, സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഏതായാലും യൂത്ത് പിള്ളേർ വായിക്കുന്നതിൻ്റെ ഒപ്പം മൂത്തവർ വായിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ആശ്വസിപ്പിക്കുന്നൊരു വാക്ക് ഞാൻ പറയാം. 2-ാമത്തെ ഭാഗം ആരെങ്കിലും വായിച്ചോട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടുവായിട്ടൊണ്ടിരിക്കാമെന്ന് വെച്ചാൽ മതി. ഇത് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 64 അടി 32 അടി 16 അടി ചാട്ടവാറ് കൊണ്ടല്ല. ജാതിയിൽ ഉയർന്നവൻ വരുമ്പോൾ താണവൻ മാറി നിൽക്കേണ്ട ഈ ചാതുർവർണ്ണ വ്യവസ്ഥിതികൾ മലയാളക്കാരുടെ മണ്ണിൽ കൊടികുത്തിവാണ ഈ കാലഘട്ടത്തിൽ ഈശ്വരൻ്റെ നാമം ജപിച്ചാൽ നാവിൽ തൃശൂലം കുത്തിയിറക്കണം, കേട്ടാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം. പാവപ്പെട്ടവന് ദൈവത്തിൻ്റെ വചനം വായിക്കാനോ കേൾക്കാനോ പറയാനോ എടുക്കാനോ നിയമത്താൽ നിരോധിക്കപ്പെട്ട ഈ ലോകത്തിൽ ഈ വചനം കേട്ടാൽ അത് ഭാഗ്യമാണെന്ന് പറയുമ്പം ഇത്രയും ദിവസം അടുപ്പിച്ചിരുന്ന ഈ വചനം കേൾക്കാൻ കൃപ നൽകിയ ദൈവത്തെ ഇന്ന് രാത്രിയിൽ ഞാൻ സ്തുതിക്കുകയാണ്. 3-ാമത്തേതാണ് സൂപ്പർ ബമ്പർ ലോട്ടോ. ഇത് പ്രമാണിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാൻ. അതിൻ്റെ കാരണമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സമയം ഒന്ന് വാതുറന്ന് പറഞ്ഞു നോക്കിക്കേ. സമയം എന്തിനുള്ള സമയം അടുത്തിരിക്കുന്നു? 2 കാര്യങ്ങൾ. ഒന്ന്, മരണത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. അതാണ് ഒന്നാമത്. അധികം നാളൊന്നും ജീവിക്കാൻ ഒക്കുകയില്ല, ചാകാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ അതിൻ്റെ അർത്ഥം. നാളെ തന്നെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യണമെന്നല്ല. 2-ാമത്തത്, യേശുവിൻ്റെ വരവിനുള്ള സമയം അടുത്തിരിക്കുന്നു. 2 കാര്യങ്ങളാണ് പറയേണ്ടത്. ഒന്ന്, മരണത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊരു ഹല്ലേലൂയ പറയും എന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മൾ മരണത്തെ പേടിയില്ല എന്നൊക്കെ പറയുമെന്നെങ്കിലും പേടിയുണ്ടെന്നുള്ളത് നിങ്ങളുടെ മൗനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ശവക്കോട്ടയിൽ കുരിശിരിക്കുന്ന പോലെ നിങ്ങളിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു സംശയം, യേശു വരികയില്ലേ എന്ന് എനിക്കും ഒരു സംശയം. ഞാനൊരു കാര്യം പറയട്ടെ. ഈ പാവപ്പെട്ടവൻ്റെ പാദങ്ങൾ പാശ്ചാത്യ ലോകത്ത് കാലുകുത്തി പളപള മിന്നുന്ന
പച്ചനോട്ട് കയ്യിൽ വന്നാലും ഉപദേശ സത്യങ്ങൾ മറക്കരുത്. നിങ്ങൾ ആര് സ്തോത്രം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പറയുന്ന സ്തോത്രത്തിന് അനുസരിച്ചൊരു സൈഡ് എന്നയാളല്ല ഞാൻ. ഉറപ്പിച്ചു പറയുന്നു, ഇനി അധികം കാലങ്ങളില്ല. മേഘപാളികളെ പിളർന്നുകൊണ്ട് തൻ്റെ സഭയെ ചെറുക്കുവാൻ യേശുക്രിസ്തു വരുന്നതിന് അധികം കാലങ്ങളില്ല. ഒരുക്കമുള്ള സഭയെ കർത്താവിന് വേണ്ടി ഒരുക്കാനാണ് ഈ ഉപവാസ പ്രാർത്ഥന അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുന്നോട്ട് വരട്ടെ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് നാളുകളായോ കാലങ്ങളായോ എന്ന് ചോദിച്ചാൽ 1914 ആരംഭിച്ച 18 11-ാമത്തെ മാസം 11-ാം തീയതി 11 മണിക്ക് യുദ്ധപരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ട ഒന്നാം ലോക മഹായുദ്ധാനന്തരം ആളുകൾ പറഞ്ഞു ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഒന്നും സംഭവിച്ചില്ല. 1948 മെയ് മാസം 14 ഇസ്രായേൽ സ്വതന്ത്ര രാജ്യമായി. അന്നും ആളുകൾ പറഞ്ഞു അവർ ലോകം അവസാനിക്കാൻ പോവാണ്. ഒന്നും അവസാനിച്ചില്ല. ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള 21 ഇസ്ലാം മത രാജ്യങ്ങൾ 1068 പ്രാവശ്യം അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. 6 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് 67 മുതൽ. അപ്പോഴും ആളുകൾ പറഞ്ഞു ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഒന്നും സംഭവിച്ചില്ല. 85 അവർ കൊടി ഉയർത്തിയപ്പോഴും ആളുകൾ പറഞ്ഞു ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഒന്നും സംഭവിച്ചില്ല. AD 2000 മുൻപ് 1991 ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രശസ്ത സാഹിത്യകാരനായിരിക്കുന്ന ബഹുമാനപ്പെട്ട KM റോയ് അന്നും ഇന്നും പ്രചാരത്തിലുള്ള മംഗളം എന്ന് പറയുന്ന വാരികയിൽ ഒരു ആർട്ടിക്കിൾ എഴുതി. ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനം നോസ്ട്രദാമസ് എന്ന് പറയുന്ന പ്രവാചകന്റെ ദർശന ചിന്തകളാണ്. AD 2000 ആകുമ്പോഴേക്കും ലോകം അവസാനിക്കും. ആരാ? നോസ്ട്രദാമസ്. ആരാ എഴുതിയത്? ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട KM റോയ് സാറ്. അപ്പോൾ 2000 ആകുമ്പോഴേക്കും ലോകം അവസാനിക്കുന്നൊരു ചിന്ത മംഗളത്തിൽ കൂടെ പ്രചരിക്കപ്പെട്ടിട്ടാണോ എന്നറിയില്ല. അതിന് മുൻപ് തന്നെ വലിയ വിവരമോ വിദ്യാഭ്യാസമോ അക്കാലങ്ങളില്ലാതിരുന്ന എൻ്റെ മാതാപിതാക്കൾ അവരെ ആക്ഷേപിക്കുകയല്ല. അവർക്ക് വിദ്യാഭ്യാസം വിവരമുണ്ട്. അന്നത്തെ 4-ാം ക്ലാസ് ഇന്നത്തെ 10-ാം ക്ലാസ്സിനേക്കാൾ മെച്ചമാണ് അന്നത്തെ 4-ാം ക്ലാസ് എന്നറിയാമല്ലോ. എന്തായാലും എൻ്റെ മാതാപിതാക്കളൊന്നും രക്ഷിക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ ലോകജ്ഞാനവുമില്ല. പക്ഷേ എൻ്റെ അമ്മ പറയുമായിരുന്നു, മക്കളെ ആര് പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ 2000 ആകുമ്പോഴേക്കും ലോകം അവസാനിക്കും. ഇത്ര ആധികാരികമായി എൻ്റെ അമ്മ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, നീ ആ ഫോട്ടോയിലേക്ക് നോക്ക്. യേശുവിൻ്റെ ഫോട്ടോയിൽ 2 വിരലുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിനർത്ഥം 2000 ആകുമ്പോഴേക്കും യേശു വരുമെന്നാണ് എന്ന് പറഞ്ഞു. ഭയങ്കര കണ്ടുപിടുത്തമാണല്ലോ, സയൻറ്റിസ്റ്റിന് അവാർഡ് കൊടുക്കും ചിന്തിച്ചു. എൻ്റെ അപ്പൻ കുറച്ചുകൂടെ ലോക വിവരമുള്ള ആളാണ്. അതൊരു കഥാപ്രസംഗനായിരുന്നു. രഞ്ജിനി എന്ന കലാവിധി സ്വന്തമായിട്ടുണ്ടായിരുന്നു. സകലകലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് 2 പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ 2 പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ വിവരമില്ലേ. ഞാൻ 2-ാമത്തെ പുസ്തകത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. അത് ഇനി എന്ന് ഇറങ്ങുമെന്ന് ആർക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിന് നല്ല വിവരം ഉണ്ടായിരുന്നു ലോകപരമായിട്ട്. പള്ളിയിലൊന്നും പോകത്തില്ല. കാരണം അദ്ദേഹം പറയുന്നു, പള്ളിയിലൊന്നും പോയില്ലെന്ന കാര്യമൊന്നുമില്ല. ഞായറാഴ്ച നേരം എന്താ പള്ളിയിൽ പോകാത്ത? പള്ളിയിൽ പോയാൽ 2 മണിക്കൂറൊക്കെ ഇരിക്കണ്ടേ. അവിടുത്തെ കുർബാന 45 മിനിറ്റിനുള്ളിൽ ചുരുക്കി ചൊല്ലും. എന്നിട്ട് പറയും ഇനി കള്ള് ഷാപ്പിലേക്ക് പോവുകയെന്ന് പറയും. പുള്ളി പറയുന്ന പള്ളിയും കള്ളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ല എന്ന അക്ഷരം 2ലും ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒന്നിൽ പോയാൽ മതി എന്നാണ് എൻ്റെ അപ്പൻ അന്നൊക്കെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ അമ്മ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഴയ ആളുകൾ പറയുന്ന പോലെ രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പം യേശുവിൻ അടിസ്ഥാനം എന്ന ഈണത്തിൽ മര്യാദയ്ക്ക് ഭംഗിയായിട്ട് പാടിയിട്ടാണ് പോകുന്നത്. വൈകിട്ട് വരുമ്പോഴും അതേ പാട്ടാണ് പാടുന്നത്. പക്ഷേ ഇടയ്ക്ക് സ്പേസ് ഉണ്ടെന്ന് മാത്രം. യേശുവിന് എന്നാടി ഇവിടെ സ്ഥാനം എന്ന് ചോദിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ 2 കാലടിച്ച് 4 കാലയിൽ വരുന്ന 1 കാലയിലുമല്ലാതെ കുത്തിയിരിക്കുന്ന അപ്പനോടൊന്ന് ചോദിച്ച വിവരത്തിൻ്റെ സ്ഥിരീകരണം ഒന്ന് സ്വന്തമാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ പറഞ്ഞല്ലോ യേശുവിൻ്റെ ഫോട്ടോയിൽ 2 വിരലുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് കൊണ്ട് 2000 ആകും യേശു വരുമെന്ന് ശരിയാണോ? അപ്പൻ ഊറിച്ചിരിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് എന്തോ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ അമ്മ അബദ്ധങ്ങളുടെ ഒരു നിഘണ്ടുവാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാമല്ലോ. അപ്പം ഞാൻ ചിരിക്കാതെ കാര്യം പറ. അപ്പം പറഞ്ഞു, അവൾക്ക് വല്ല ബോധവും വിവരവും ഉണ്ടോ? എന്നെ കെട്ടിയ കാലത്തിന് ശേഷമല്ലേ എന്തെങ്കിലും അവൾ പഠിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, പഴംപുരാണം 1001 പ്രാവശ്യം കേട്ടതാ. ഇതിൻ്റെ അർത്ഥം ഒന്ന് പറ. അതിൻ്റെ അർത്ഥം അതല്ല മക്കളെ, 2 പെഗ്ഗേ അടിക്കാവുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ കൂടുതൽ അടിക്കരുത്. കള്ളുകുടിയനായ അപ്പനോട് ചോദിച്ചപ്പോൾ അത്രയെങ്കിലും കിട്ടിയല്ലോ. അവിടെ കൊണ്ട് അധ്യായം അവസാനിച്ചു. പിന്നീട് ആളുകൾ ചിന്തിച്ചത് 1999 എന്ന സിനിമ ഇറങ്ങിയപ്പോഴാണ്. ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ ചോദിച്ചു, സാർ ഡാമുകൾ തകരുമ്പോൾ ലോകം അവസാനിക്കുമോ? കാരണം വെള്ളപ്പൊക്കത്തിൻ്റെ സിനിമയാണെന്ന് പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി. ലോകക്കാർക്ക് വേദപുസ്തകത്തിനകത്ത് വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ലോകം അവസാനിക്കുന്നു എന്നൊരു വാർത്ത വന്നാൽ ആയുസിൽ സ്വോത്രം പറയാത്തവൻ സ്വോത്രം പറയും. അതാ നമ്മൾ എത്ര മർമ്മം പറഞ്ഞാലും സ്വോത്രം പറയാത്തവർ പിശാച് അടുത്തിരിക്കുന്നവെന്ന സ്വോത്രം പറയില്ലേ?
നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ ഇതാര് പുതിയൊരാളാണല്ലോ എന്ന് പറയുമ്പോൾ അടുത്തേക്കാണ് ഇത് പുതിയ ആളാണ്, പുള്ളിക്കൊരു ഭൂതം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗം തീരുന്നവരെ സ്വത്രം പറയുന്ന കാര്യം കർത്താവ് ഇത് എപ്പോഴും ഇങ്ങോട്ട് കയറുന്ന കയറാതിരിക്കണ്ടോ? എത്ര മർമ്മം കേട്ടാലും സ്വത്രം പറയാത്തവൻ ഭൂതം അടുത്തിരിക്കുന്നതിൻ്റെ സ്വത്രം പറയും എന്ന് പറഞ്ഞ പോലെ ലോകം അവസാനിക്കുന്നു എന്നൊരു വാർത്ത വന്നപ്പോൾ ആൾ ചോദിച്ചു, ലോകം അവസാനിക്കാൻ പോവുകയാണോ? ഡാമുകൾ തകരാൻ പോവുകയാണോ? ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കേരളത്തിലെ 4 ജില്ലകൾ അവരിടയ്ക്കിടയ്ക്ക് കിഴക്കോട്ട് നോക്കും. യേശുവേ നന്ദി, യേശുവേ സ്വത്രം എന്നൊക്കെ പറയും. എന്നാ കാര്യം എന്നറിയാമോ? മുല്ലപ്പെരിയാർ ഡാമാണ് പ്രശ്നം. 136 ഹൈക്കോടതി ഇടപെട്ട് 142 കഴിഞ്ഞ വർഷം 2 ഷട്ടറുകൾ പൊക്കി, ഒന്നും സംഭവിച്ചില്ല. അപ്പം നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ACC ചെട്ടിനാടൊന്നുമല്ല. പണ്ടത്തെ വൈദഗ്ധ്യം അനുസരിച്ച് സിമെൻ്റ് ഒന്നും കൂട്ടാതെ കളിമണ്ണും പശയും കുമ്മായവും ചേർത്ത് അന്നത്തെ ആളുകൾ പണിതുകൊണ്ടൊന്നുമല്ല ഡാമുകൾ പൊട്ടാത്തത്. യെശയ്യാവ് 24:17 പറഞ്ഞിട്ടുണ്ട്, ഭൂമി കിടുകിട കീറും, പൊടുപട പൊട്ടും, കാവൽമാടം പോലെ ചാഞ്ചാടും ആടും. സമയമായിട്ടില്ല അതുവരെ പൊട്ടാതിരിക്കുന്നെങ്കിൽ ബൈബിൾ പറയുന്നത് യഹോവ നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്തുന്നു. ദൈവം തമ്പുരാൻ തടയുന്നില്ലെങ്കിൽ ഒന്നിനും ഇവിടെ നിൽക്കാൻ കഴിയില്ല. 79% വരുന്ന ഈ വെള്ളത്തോട് അമരുക എന്ന അക്ഷരമാലയിലെ 4 അക്ഷരം ഉപയോഗിച്ച് അതിനെ അടക്കി നിർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ രാത്രി കടന്നൊരു ദൂത് പറഞ്ഞോട്ടെ, ഖത്തറിന്റെ മുകളിൽ വ്യാപരിക്കുന്ന കാർമേഘത്തെ പോലും അമരുക എന്ന് കൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ അവർക്ക് പരിചയമില്ലെങ്കിലും ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കൾക്ക് പരിചയമുള്ളത് കൊണ്ട് രേഖ എഴുതിയെന്ന് കണ്ടപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് കിളിവാതിൽ തുറന്നു. പ്രാർത്ഥനയുടെ കിളിവാതിൽ യെരൂശലേമിലേക്ക് തുറന്ന ദാനിയേലിന് വേണ്ടി സ്വർഗം ചായ്ച്ച ഇറങ്ങി വന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഇവിടെ പാർക്കുന്ന ഈ രാജ്യത്തിന് വേണ്ടിയും ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ അളവില്ലാതെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടൊന്നുമല്ല ലോകം തകരാതിരിക്കുന്നത്. മുന്നോട്ട് വരട്ടെ. നമ്മളൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. ഇവിടെ കിഴക്കോട്ട് ഞാൻ പറയും, കിഴക്കോട്ട് നോക്കിയിട്ട് എന്തിനാണ് സ്വത്രം പറയുന്നത്? പടിഞ്ഞാട്ട് നോക്കിക്കേ, പടിഞ്ഞാട്ട് നോക്കിയാലും പ്രശ്നമല്ലേ? കേരളത്തിൻ്റെ 750 കിലോമീറ്റർ നീളം കടൽ തീരമാണ്. അതിൽ കേരളത്തിൻ്റെ നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റിയായ കൊച്ചി സമുദ്രനിരപ്പിൽ നിന്ന് 2.5 അടി താഴ്ചയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആർട്ടിക് അന്റാർട്ടിക് പ്രദേശത്തുള്ള മഞ്ഞുമല ഉരുകുമെന്ന് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് 35 കൊല്ലമായി. പെന്തിക്കോസിലെ ഭാഷന്മാർ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. കാരണം അവർക്ക് വിവരവും ബോധവും പൊക്കണമില്ല, സ്ക്രൂ ഇളകിയിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കഴിഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന രാജിവെച്ച സഖാവ് EP ജയരാജൻ കണ്ണൂർ കാസർഗോഡ് ജില്ല മുഴുവൻ പ്രസംഗിച്ചത് ആർട്ടിക് അന്റാർട്ടിക് പ്രദേശത്തുള്ള മഞ്ഞുമല ഉരുകുന്ന. അപ്പോൾ അത് ആളുകൾ എടുത്തെടുത്ത് TV-ക്ക്. അപ്പോൾ അവർ പറഞ്ഞാൽ ആരും വിശ്വസിക്കും, നമ്മൾ പറഞ്ഞാൽ മാത്രം ആരും വിശ്വസിക്കുകയില്ല. ആർട്ടിക് അന്റാർട്ടിക് പ്രദേശത്തുള്ള മഞ്ഞുമല ഉരുകിയാൽ സമുദ്രത്തിൻ്റെ ജലനിരപ്പ് 7 അടി ഉയരും. നമ്മൾ ചിന്തിക്കായിരിക്കും അത് കേരളത്തിലല്ലേ, നമ്മളിവിടെ വന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഖത്തറിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ 2 അടി വെള്ളം എപ്പോഴും താഴെ കിടക്കുന്ന ഖത്തർ, എന്നിട്ടും സ്വത്രം പൊങ്ങുന്നില്ല. നമ്മൾ വിചാരിച്ചത് കേരളത്തിൻ്റെ കാര്യമാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം 2 അടി താഴെ കിടക്കുന്നത്. അപ്പോൾ അവിടെ 7 അടി വെള്ളം പൊങ്ങുമ്പോൾ ഇവിടെ ഏതാണ്ട് 9-10 അടി വെള്ളം ഖത്തറിൽ പൊങ്ങും. കടലൊന്ന് ആഞ്ഞു തുമ്മിയാൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ലോകത്തിലുള്ള സകലവും ഇളകും. പക്ഷേ ഹൃത്തടങ്ങളിൽ ഇളകാത്തൊരു രാജ്യം ഉറപ്പിക്കപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നീട് ഇറങ്ങിയ സിനിമയാണ് 2012. ഞാൻ സിനിമയെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതൊക്കെ ആളുകൾ കണ്ടപ്പം ചോദിച്ചു, ലോകം അവസാനിക്കാൻ പോവുകയാണോ, ലോകം അവസാനിക്കാൻ പോവുകയാണോ? നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തവരോട് സിനിമക്കാർ പറഞ്ഞപ്പം കിട്ടും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള സിനിമ ഏതാണ്? കുടുംബകഥകൾക്കല്ല. തിമിംഗലമോ ദിനോസറോ എട്ടുകാലിയോ ആരെങ്കിലും വന്നിച്ച് ലോകം തകർക്കുന്ന ഒരു കഥ പറഞ്ഞാൽ അതിനാണ് വേൾഡ് റെക്കോർഡ് കളക്ഷൻ. കാരണം ആളുകൾക്ക് ലോകം അവസാനിക്കുന്നതിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വന്നാണ് 2013 ഒറ്റ നമ്പർ ആയതുകൊണ്ട് അതാരും ലേലം ചെയ്ത് എടുക്കരുത്. പാശ്ചാത്യ ലോകത്തിലുള്ള ആളുകൾ 13 എന്ന് പറയുന്ന നമ്പറുള്ള വാഹനങ്ങൾ ലേലം ചെയ്തെടുക്കത്തില്ല. ഇന്ത്യയിൽ സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ICU വാർഡിനകത്ത് 13ാമത്തെ ബെഡ് ഇടാറില്ല. 5 സ്റ്റാർ ഹോട്ടലുകളിൽ 13ാമത്തെ റൂം നമ്പർ ഇല്ല. എന്തൊക്കെ റൂമറായിരുന്നു എന്നൊക്കെയറിയില്ല. ഏതായാലും 13ലും യേശു വന്നില്ല. ഇനി അടുത്ത വർഷം 17ആണ്. ആരോട് പറയാൻ? ഈ 17 എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് 19 കൊല്ലം കഴിഞ്ഞാണ് 17 എന്ന് തോന്നുന്നു. അല്ല, ഇത് 17ആണ്. ഇനി തീരാൻ നിസ്സാരമായ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വരട്ടെ വരാതിരിക്കട്ടെ. പക്ഷെ നമ്മുടെ മനസ്സ് എങ്ങനെ ഇരിക്കണം? ഒരു കൊട്ടത്തേങ്ങ കണക്ക് ഇരിക്കണം. കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കൊട്ടയുടെ വലിപ്പമുള്ള തേങ്ങയല്ല, വെള്ളം വറ്റിയ തേങ്ങയ്ക്ക് പറയുന്ന പേരാണ് കൊട്ടത്തേങ്ങ. അത് കുലുക്കിയാൽ വെള്ളമല്ല കുലുങ്ങുന്നത്, തേങ്ങയാണ് കുലുങ്ങുന്നത്. തേങ്ങ പറയും ഞാൻ വെള്ളം വറ്റിച്ചു. ജനിച്ച് വളർന്ന് ഉറച്ചു നിന്ന ആ ചിരട്ടയുമായി
ദൈവവുമായുള്ള ബന്ധം ഞാൻ വിട്ടു. കുടിച്ചു വളർന്ന ചൊല്ലും ചൊലുത്തുമെന്ന മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിട്ടു. പക്ഷേ ചകരി ഒന്ന് പൊട്ടിക്കാൻ, പുറന്തോട് പൊട്ടിക്കാൻ ആളില്ല. താങ്കളൊന്ന് പൊട്ടിച്ചു തരാമെങ്കിൽ പുതിയ ഭാവത്തിലും രൂപത്തിലും പുറത്തു വരും എന്നൊരു കൊട്ടത്തേങ്ങ പറയുന്ന ലാഘവത്തോടെ ഇന്ന് രാത്രി ദൈവമക്കൾ ഇരിക്കണം. എല്ലാ വേർപാടും പാലിച്ച്, എല്ലാ വിശുദ്ധിയും പാലിച്ച്, മേഘം പൊങ്ങിക്കാണുമ്പോൾ കൂടാരത്തിൻ്റെ കുറ്റി പറിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ച് അകത്തളങ്ങളിൽ പരമാർത്ഥമായ ഹൃദയത്തോടെ യേശുവിന്റെ വരവനായി നോക്കി പാർക്കുന്ന ദൈവജനത്തിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മുന്നോട്ട് വരട്ടെ, കാലങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 17 യോവേൽ സംവത്സരം, 70ാമത്തെ യോവേൽ സംവത്സരം വരുന്നത് 2017 ഇനി അത് കഴിഞ്ഞ് 2020 2020 ലോകത്തിൽ കുടിവെള്ളം പോലും കിട്ടാനുണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ 2033 എലയാസർ മെസ്സപ്പൊട്ടോമിയിൽ പോയി താമസിച്ച വർഷമാണ്. 2050 അടുത്ത വർഷം. സയന്റിസ്റ്റുകൾ പറയുന്ന വർഷമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നിച്ചുറപ്പിച്ചു പറയുന്നു, AD 2000-നും 2050-നും ഇടയിൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാനുള്ള സർവ്വസാധ്യതകളും, ആ ഡേറ്റ് അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒന്നും പറയാൻ ആർക്കും അവകാശമില്ല, സകല സാധ്യതകളും ഈ ലോകത്തിലുണ്ട് എന്ന് വിവരിക്കുന്ന ധാരാളം തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ട്. വിശ്വാസത്തോടെ ഞാൻ ചില സ്റ്റെപ്പുകൾ വേദപുസ്തകത്തിലേക്ക് വരികയാണ്. നമുക്ക് ഇതൊരു അന്ത്യകാലമാണെന്നുള്ളതിൻ്റെ ഒരു 3-4 തെളിവുകൾ വേദപുസ്തകം പറയുന്ന ഒരു 4 തെളിവുകളിലേക്ക് ആദ്യമായിട്ട് വരാം. അതിനുശേഷം ഇതൊരു ആയുസ്സിൻ്റെ അന്ത്യമാണ്. മറ്റൊന്ന്, ലോകശക്തികൾ ഇളകുന്നു. ഞാൻ നോക്കട്ടെ, 7 അറ്റം വരെ പോകും, നോക്കാം. 6:35 ആകുമ്പോൾ ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കും. ഒന്നാമത്തെ കാര്യം ഇതാണ്, ബൈബിൾ പറയുന്ന 2-3 തെളിവുകൾ. ഒന്ന്, നിങ്ങൾ മനസ്സിൽ കുറിച്ചിടേണ്ടത്, വീട്ടിൽ ചെന്നാൽ കുറിക്കാൻ. ഒന്ന്, ഇതൊരു അന്ത്യകാലമാണെന്നുള്ളതിൻ്റെ ബൈബിൾ പറയുന്ന ഒരു 4 തെളിവുകൾ. ഒന്ന്, ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്, അതുകൊണ്ട് ഇതെന്താണ്, ഒരു അന്ത്യകാലമാണ്. 2, ഇത് തലമുറകളിൽ 7ാമത്തെ തലമുറയാണ്, അതുകൊണ്ട് ഇതെന്താണ്, അന്ത്യകാലമാണ്. 3, തൃത്വത്തിൽ 3ാമനായ പരിശുദ്ധാത്മാവ് ഇടപെടുന്നൊരു കാലമാണിത്, അതുകൊണ്ട് ഇതൊരു അന്ത്യകാലമാണ്. 4, കൃപായുഗത്തിൻ്റെ വാതിൽ അടയാറായ സമയമാണിത്, അതുകൊണ്ട് ഇതൊരു അന്ത്യകാലമാണ്. 4 കാര്യങ്ങൾ വേഗത്തിൽ പറയാൻ ശ്രമിക്കുന്നു. തീർന്നില്ലെങ്കിൽ സദയം ക്ഷമിക്കുക, നമ്മൾ തുടരും. ഒന്നാമത്തേത്, ഇത് ദിവസങ്ങളിൽ എന്താണ്, 7ാമത്തെ ദിവസമാണ്, അതുകൊണ്ട് അന്ത്യകാലമാണ്. രണ്ടാമത്തേത്, തലമുറകളിൽ ഇത് 7ാമത്തെ തലമുറയാണ്, അതുകൊണ്ട് ഇതൊരു അന്ത്യകാലമാണ്. മൂന്നാമത്തേത്, തൃത്വത്തിൽ 3ാമനായ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന കാലമാണിത്, അതുകൊണ്ട് ഇതൊരു അന്ത്യകാലമാണ്. 4ാമത്തേത്, കൃപായുഗത്തിൻ്റെ വാതിൽ അടയാറായ സമയമായതുകൊണ്ട് ഇതൊരു അന്ത്യകാലമാണ്. ഒന്നാമത്തേത് ചുരുക്കമായി വിവരിക്കുവാൻ ആ ചിന്തയിലേക്ക് കടന്നു പോകുന്നു. 1, ദിവസങ്ങളിൽ 7ാം ദിവസമാണ്. എന്താണ് ഈ ദിവസങ്ങളിൽ 7ാം ദിവസം എന്ന് പറയുന്നത്? ബൈബിൾ 7 ദിവസങ്ങൾ സൃഷ്ടിക്കുന്നതായി പഴയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് മനുഷ്യനെ സൃഷ്ടിക്കുന്ന എത്രാം ദിവസമാണ്? 6ാമത്തെ ദിവസമാണ്. 6 എന്ന സംഖ്യ എഴുതുമ്പം ശ്രദ്ധിച്ചോളൂ, മലയാളം മനുഷ്യൻ്റെ ഏതാണ്ട് സ്വഭാവം പോലെയാണ് 6 എന്ന സംഖ്യ ഇരിക്കുന്നത് തന്നെ. 6 തുടങ്ങുന്ന സ്വർഗത്തിൽ നിന്നാണ്, മുകളിൽ നിന്നാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ അടങ്ങി ഒതുങ്ങിയ മര്യാദയ്ക്ക് 285 ദിവസങ്ങൾ ഇരുന്ന് ഈ മണ്ണിൽ ജനിച്ചു വീഴുന്നു. വന്ന സ്ഥലത്തേക്ക് തിരിച്ച് പോകേണ്ടതാണ്, പക്ഷെ പോകാൻ ഒത്തില്ല. പകുതി വഴി എത്തിയപ്പോഴേക്കും അരുത് എന്ന് പറഞ്ഞ പഴം പറിച്ചു തിന്ന് നടു ഒടിഞ്ഞ് ഒരു വള്ളിക്കെട്ട് പോലെ നിൽക്കുന്ന സംഖ്യയാണ് എത്ര? 6. മനുഷ്യൻ്റെ ഏതാണ്ടൊരു സ്വഭാവം അതിനകത്തുണ്ടെന്ന് കൂട്ടിക്കും. ഏതായാലും അവിടെ ഒരു ദൂത് പറഞ്ഞേക്കാം. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ഈ ആദാമിനെ തിന്നാനും കുടിക്കാനും ജീവിക്കാനും ജീവിതം പങ്കിടാനുമുള്ള എല്ലാം സൃഷ്ടിച്ചു വെച്ച ശേഷമാണ് ആദാമിന് ദൈവം ജന്മം നൽകിയത്. ദൈവമക്കളെ, നമ്മളും വിശ്വസിക്കേണ്ട കാര്യമുണ്ട്. മലയാളക്കരയിൽ നമ്മളൊക്കെ കർത്താവിൻ്റെ കൃപയാൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ എത്ര വർഷം നിങ്ങൾ ജീവിക്കുമെന്നും ആ വർഷത്തേക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും താങ്കൾക്ക് വേണ്ടി നേരത്തെ സൃഷ്ടിച്ച് വിപണിയിൽ വിൽപ്പനയ്ക്ക് വെക്കാതെ പാക്കേജ് ചെയ്ത് മാറ്റിവെച്ച് കരുതി വെച്ച ശേഷമാണ് ഈ ഭൂമിയിൽ ഒരു ജന്മം പോലും തന്നത് എന്ന് ഓർക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഭാരപ്പെടേണ്ടത്? അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ആശയം അതല്ലേ പ്രിയപ്പെട്ടവർ? ഏതായിരുന്നാലും ആദാമിനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, ആദാമേ, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു.
അത് ആ കൽപ്പന അവൻ ലംഘിച്ചു. അതൊക്കെ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണല്ലോ. അത് ലംഘിച്ചപ്പോഴവന് മരണം സംഭവിച്ചു. 930. ചിലർ പറയും ആത്മീയമായിട്ടാണ് മരിച്ചത്, അക്ഷരികമായിട്ടല്ല. അങ്ങനെയൊന്നുമല്ല, അക്ഷരികമായിട്ടും മരിച്ചു, ആത്മീയമായിട്ടും മരിച്ചു. അവിടെ ഒരു കണക്ക് വരുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ 1000 സംവത്സരങ്ങൾ എൻ്റെ ദൃഷ്ടിയിൽ എത്രയാണ്? ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം പോലെ ഇരിക്കുന്നു. ആദാം മുതൽ അബ്രഹാം നോഹ വരെ 2000 വർഷമാണ്. അവിടെ മുതൽ കർത്താവായ യേശുക്രിസ്തു വരെ 2000 വർഷമാണ്. യേശുക്രിസ്തു മുതൽ ഇന്ന് വരെ 2017 വർഷമായി. മൊത്തം എത്ര വർഷമായി ആദാം ഉണ്ടായിട്ട്? 6017 വർഷമായി. അപ്പം നമ്മളെ യുക്തിയും ബുദ്ധിയും ചരിത്രവും ശാസ്ത്രവും ഇഴചേർത്ത് ചിന്തിക്കുന്ന ഒരു പുത്തൻ വിനിമയ വിദ്യയുടെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. അത്രയും ടെക്നോളജി വന്നിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും, പാസ്റ്റർ എന്ത് മണ്ടത്തരായി പറയുന്നത്, മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ട് 6000 വർഷമേ ആയിട്ടുള്ളൂ. പുരാതനമായ പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ ആളുകൾ കണ്ടെടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് പഴക്കം പറയുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെടുക്കുന്നില്ലേ? പിന്നെ ഇവിടെ ആകപ്പാടെ മനുഷ്യനുണ്ടായിട്ട് 6000 വർഷമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ ശരിയാവുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനും 2-ാമത്തെ വാക്യത്തിനും ഇടയിലുള്ള 4 തിയറികൾ. അതൊക്കെ സാറിന് അറിയാമല്ലോ, സാറ് പഠിപ്പിക്കുന്നുണ്ടാവും. ഗ്യാപ് തിയറിയും യോം തിയറിയും ഒക്കെ പഠിക്കും, അത് മനസ്സിലാകും. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ട് അത് പഠിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഇന്ന് നാം ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിലെ ആദ്യ മനുഷ്യനാണ് ആദാം. അവിടെ മുതൽ ഇതുവരെ 6000 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കണക്കങ്ങോട്ട് എടുത്താൽ ദൈവത്തിൻ്റെ കണക്കിൽ AD 2000 കഴിഞ്ഞപ്പോൾ നമ്മൾ ഏത് ദിവസത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വേണം പറയാൻ? 7-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. എന്താണ് പഴയമത്തിനകത്ത് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? ആ ദിവസമാണ് ശബ്ബത്ത്. പഴയമത്തിൽ 4 ശബ്ബത്തുകളാണ്. ആ ശബ്ബത്തുകളെല്ലാം നിർവൃത്തിയാക്കിക്കൊണ്ട് മത്തായിയുടെ സുവിശേഷം 12:8 പറയുന്നു, മനുഷ്യപുത്രനോ ശബ്ബത്തിനും കർത്താവാകുന്നു. ശബ്ബത്തുകൾ മാറിപ്പോയി. പക്ഷെ ശബ്ബത്തിൻ്റെ ആ അനുഭവം ദൈവജനത്തിന് ഇതുവരെ കൈവന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് വർഷിപ്പ് ഇപ്പോൾ ലോകത്തിലുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെയോ ദാസിദാസന്മാരെയോ ഒന്നും പണിയെടുപ്പിക്കരുത് എന്നൊക്കെ പറയുന്ന ആ ശബ്ബത്ത് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെയാണ് നോൺ സ്റ്റോപ്പ് വർഷിപ്പ് എന്ന്. എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ മിക്കവാറും ആളുകൾ കരുതി വെച്ചിരിക്കുന്നത് സ്വർഗരാജ്യത്തിലാണ് നിർത്താത്ത ആരാധനയെന്നാണ്. ഞാൻ അങ്ങനെയൊന്നും അതിന് കിടന്ന് ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളല്ല. ദൂതശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ദൂതന്മാർ 3 കാറ്റഗറിയാണ്. സിംഹാസനങ്ങളാണ് 1-ാമത്തെ വിഭാഗം. 2-ാമത്തെ വിഭാഗമാണ് അധികാരം, ശക്തി, മഹത്വം. 3-ാമത്തെ വിഭാഗം മാത്രമാണ് സാറാഫുകൾ, കെരൂബുകൾ. അവരുടെ മാത്രം ജോലിയാണ് യെശയ്യാവ് 6-ലും വെളിപ്പാടിലും കാണുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നീ പരിശുദ്ധൻ 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 എന്ന സർവ്വഭൂമിയും ആർക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പണിയാണ് ഈ എല്ലാ സമയവും ആരാധന. നമ്മുടെ ഒരു പണിയാണെന്ന് വേദപുസ്തകത്തും പറഞ്ഞിട്ടില്ല. നമുക്ക് നിർത്താത്ത ആരാധന. എത്ര സമയം? ഒരു ദിവസമോ 2 ദിവസമോ 1 മാസമോ 1 കൊല്ലമോ ആരാധന? എൻ്റെ ദൈവമേ, സ്വർഗത്തിലെങ്ങാനും അങ്ങനെ യുഗങ്ങളോളം നിർത്താത്ത ആരാധനയാണെങ്കിൽ മലയാളിയെ സംബന്ധിച്ച് അവൻ അവിടെ ചെന്നാൽ കട്ടപ്പോകാം. എന്താ കാര്യം? അവൻ ഈ ചിലരൊക്കെ യോഗത്തിന് പറയും, ആമേൻ കർത്താവായ യേശുവേ. എന്തോന്നിനാ വേഗം വരുന്നത്? എന്നാ കാര്യത്തിനാ വേഗം വരുന്നത്? നിങ്ങൾ അവിടെ വല്ല PWയുടെ കോൺട്രാക്റ്റിൽ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ വേദപുസ്തകത്തുണ്ടോ? ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? വേദപുസ്തകത്ത് എന്തേ ഉള്ളൂ? വരണമേ. അല്ല, വേഗം വരണമേ എന്ന് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം താങ്കളെ ഏൽപ്പിച്ച കാര്യങ്ങൾ വൃത്തിയായി മര്യാദയ്ക്ക് കടം കൂടാതെ ചെയ്തവർ മാത്രം പറയേണ്ട വാക്കാണ് എന്തോന്ന്? രക്ഷിക്കപ്പെട്ട ശേഷം ഒരു പണിയും ചെയ്യാതെ, ആരോടും സുവിശേഷം പറയാതെ അന്ന് മുതൽ വേഗം വരണമേ വേഗം വരണേ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്വാർത്ഥന്മാർ ലോകത്തിലുണ്ടോ? ഇനി അവിടെ ചെന്നാൽ എന്താണ് പണി? അപ്പം അവിടെ ആരാധനയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്നാൽ മുഴുവൻ സമയം ആരാധനയാണെങ്കിൽ ഇവിടുത്തെ ആരാധന സമയത്ത് ആളുകൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെച്ചാൽ മതി അവിടെ പിടിച്ചു നിൽക്കുമെന്നറിയാൻ. വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മുടെ ഇവിടുത്തെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവിടെ മണിക്കൂർ കടന്നാൽ പിന്നെ അടുത്ത മണിക്കൂറിൻ്റെ വാടക കൊടുക്കണമല്ലോ, പ്രശ്നമാണ്. ഇവിടെ അതുമില്ല, നിങ്ങൾക്ക് സ്വന്തമാണ്. ഇപ്പം ഞാൻ പോകുന്ന അപ്പുറത്തൊക്കെ ആണെങ്കിൽ 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഹൗസ്ഫുള്ളാണ്.
കാരണം അതൊക്കെ സ്വന്തമല്ലാത്തതുകൊണ്ട് അവർക്ക് അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറയും ആത്മാവ് എവിടെ വേണമെങ്കിലും കയറിക്കോ, പക്ഷേ കൃത്യം. പണ്ട് സഭായോഗ സമയത്ത് ഒരാൾ പറഞ്ഞ പോലെ ഞാൻ ഈ ഭാഗത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. പുറന്നൊരു അപ്പച്ചൻ പറഞ്ഞു എവിടെ വേണമെങ്കിലും ഇറങ്ങിയോ, പക്ഷേ 12:30 കയറി വന്നേക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സഭായോഗം തീർക്കാനുള്ളത്. അപ്പം ഇവിടുത്തെ സമയം നമ്മളെങ്ങനെയാണ്, മലയാളികളെങ്ങനെയാണ് സഭായോഗത്തിൻ്റെ സമയം വയ്ക്കുന്നത്? 10 മണിക്ക് തുടങ്ങും, 1 മണിക്ക് തീരും. അവിടെ വേഗം വരണേ നോൺ സ്റ്റോപ്പ് വർഷിപ്പിന് പോകുന്ന പുള്ളി ഇവിടെ 6:30 വരെ സമയം കണ്ടോളണം. 10:30 വരും, അപ്പോൾ അരമണിക്കൂർ പോയി. 12:30 എഴുന്നേറ്റ് പോകും, അന്നേരം അരമണിക്കൂർ പോയി. ബാക്കി എത്ര സമയമുണ്ട്? 2 മണിക്കൂർ. 5-6 കൊല്ലം മുമ്പ് ഒരു സഭയിൽ ചെന്നപ്പം 12:30 ആയപ്പോൾ ഒരാൾ സൈഡിൽ കൂടെ മുട്ടയിൽ എഴിഞ്ഞിങ്ങനെ ഫുൾപ്പിറ്റിലേക്ക് വരുന്നു. ഞാൻ വിചാരിച്ചു നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദി കയറി മുട്ടിയപ്പം വരുന്ന വരവായിരിക്കും. അല്ല, പുള്ളിക്ക് 12:30 ഏതാണ്ട് കല്യാണത്തിന് പോകാൻ പാസ്റ്ററോട് പെർമിഷൻ ചോദിക്കാൻ 100 രൂപ സ്വോത്രക്കാഴ്ച കൊണ്ട് വരുന്ന വരവാണ് ഈ സൈഡിൽ കൂടെ കയറി വരുന്നത്. അപ്പം ആദ്യത്തെ അരമണിക്കൂർ പോയി, അവസാനത്തെ അരമണിക്കൂർ പോയി. ഇനി എത്ര മണിക്കൂറുണ്ട്? നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി കേട്ടോ, 2 മണി. ആ 2 മണിക്കൂർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 25 കൊല്ലം ഞാൻ പാസ്റ്ററായിരുന്നു. തിയോളജി പഠിച്ചെന്ന് പറയല്ല, 25 വർഷം 10 സഭയിൽ ഞാൻ പാസ്സായിരുന്നു. അപ്പം കണ്ട കാര്യങ്ങളായി പറയുന്നത്. അടുത്ത 2 മണിക്കൂർ 3 പ്രാവശ്യം തുപ്പാൻ പോവും. ഇവിടെ അല്ല, അവിടെ. പിന്നെ 2 പ്രാവശ്യം അറിയാമല്ലോ, ഒരു കൊച്ചുകുട്ടി കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കാരുണ്യ ലോട്ടറി. കാരുണ്യ ലോട്ടറി. അതിനെയും കൊണ്ട് അങ്ങ് പുറത്തിറങ്ങുക. ആ റൂട്ട് ബിസ്ക്കറ്റ് പൊട്ടിച്ചു. കൊച്ചിന് വേണോ? കൊച്ചിന് വേണ്ട, ആ തള്ള തിന്നു. കൊച്ചിന് വേണോ? കൊച്ചിന് വേണ്ട. കൊച്ചിന് വേണ്ടത് വേറെ സംഗതിയാണ്. ചില അമ്മച്ചിമാർ, ചില സഹോദരിമാർ യോഗത്തിന് വരുന്നത് തന്നെ 2 കൂട് നാറ്റി ബിസ്ക്കറ്റ്, 2 കൂട് ആരോ റൂട്ട്, 1 കിലോ ഓറഞ്ച്, 1 കിലോ മുന്തിരി, ഹോർലിക്സ്, പാല്. ആർക്കാ ഇതിന് തിന്നാനാ? കൊച്ചി ഇനാവിൽ കൊതുക് കണക്കിരിക്കുന്നു. ഇതിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ഈ 3 മണിക്കൂർ ആരാധനക്കിടയിൽ 30 ഉടായിപ്പ് കാണിക്കുന്നവൻ 1 മണിയാകും പറയാണ് ആമേൻ കർത്താവായ യേശുവേ. എന്തോന്നാ വേഗം വരെ ഞാൻ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ് പതുക്കെ വന്നാൽ മതി. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് ആയുസ് കിട്ടിയാൽ കുറേയും കൂടെ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കണമെന്നൊരാഗ്രഹമില്ലേ ദൈവമക്കളെ? ആ ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്, അല്ലാതെ ഇവിടെ എന്തെങ്കിലും നേടാനുള്ള ആഗ്രഹം കൊണ്ട് പറയുകയല്ല. നമ്മൾ അവിടെ ചെന്നാൽ എപ്പോഴാണ് നേടുന്നത്? ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാമാതി. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാമാതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയോ. ലോകം വെറുത്തോർ വില നാം അന്നാളറിയോ. ഒന്ന് കരമടിച്ച് വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ 7ാമത്തെ ദിവസം. എന്താ 7ാം ദിവസത്തിൻ്റെ പ്രത്യേകത? ഇത് 7ാം ദിവസമായതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത് സഭ ശബ്ബത്തിലേക്ക് പ്രവേശിക്കണം. അതാണ് എബ്രായലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ബത്ത് ശേഷിച്ചിരിക്കുന്നു എന്നല്ല വാക്യം, ഒരു ശബ്ബത്തിൻ്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ 2 മണിക്കൂറും 3 മണിക്കൂറും ആരാധിച്ചിട്ട് മതി വരാത്ത ദൈവജനത്തോട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതുകൊണ്ട് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസം AD 2000 മുതൽ 3000 വരെയുള്ള ഈ 1000 വർഷം ദൈവത്തിന്റെ കണക്കിൽ 7ാം ദിവസമായതുകൊണ്ട് ഈ ദിവസത്തിൽ സഭ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. എന്നാലും ചില സ്വത്രം പറയില്ല. എന്നാ കാര്യം പറയണമെന്നുണ്ട്, പക്ഷേ പുഴുങ്ങിയ പുട്ട് കുറ്റിക്കകത്തിരിക്കുന്ന പോലെ ഇവിടെ ഇരിക്കുക. അത് ശരിയാണോ ശരിയാണോ ശരിയാണോ? അപ്പോൾ അവർ ചിന്തിക്കുന്ന കണക്കെന്നറിയാമോ? ഇത് 7ാം ദിവസമല്ലേ? അതെ. 1000 വർഷമല്ലേ ദൈവത്തിന് ഒരു ദിവസം? അതെ. ഇപ്പം 17 കൊല്ലമല്ലേ മാറിയിട്ടുള്ളൂ? അതെ.
983 കൊല്ലം ഇനി കിടപ്പില്ലേ? ഉണ്ട്. അതിനിപ്പോൾ ഒരു സ്വത്രം പറയേണ്ട കാര്യമുണ്ട്? ഈ 1000 കൊല്ലം തീരാൻ 983 കൊല്ലം കിടക്കുമ്പോൾ ഇപ്പം മുതൽ തൊള്ള തുറക്കേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും അധ്വാനിക്കണ്ടേ? ബൈബിൾ സൂക്ഷിച്ച് പഠിക്കണം. രാജ്ഞി രാജാവിൻ്റെ ചെങ്കോൽ തൊട്ടത് 3-ാം ദിവസത്തിൻ്റെ പ്രഭാതത്തിലാണ് എന്ന് പറഞ്ഞാൽ ശുഭകാര്യങ്ങൾ ബൈബിളിൽ ആരംഭിക്കുന്ന ദിവസത്തിൻ്റെ പ്രഭാതത്തിലാണ്. പോകട്ടെ, മണവാട്ടിക്ക് വേണ്ടി മണിയറ ഒരുക്കുവാൻ മണവാളൻ ഉയർത്തെഴുന്നേറ്റത് 3-ാം ദിവസത്തിൻ്റെ പ്രഭാതത്തിലാണ്. ആ കണക്കൊക്കെ വെച്ചിങ്ങോട്ട് വ്യാഖ്യാനിച്ചാൽ ഈ ദിവസത്തിൻ്റെ ആരംഭകാലങ്ങളിലൊന്നിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി ഈ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയും. അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. എഴുതിയ പൗലോസിനെ പ്രാപിക്കുവാൻ കഴിയാത്തത് വായിക്കുന്ന നമുക്ക് ഈ മൺകൂടാരത്തിനകത്തും പ്രാപിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കടലിൽ കമ്പനം വരുന്നതിൻ്റെ സൂചന കിട്ടും. അതിങ്ങനെ ഇടും. വേണ്ട, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘം പെയ്യുന്നതാണോ അതോ ഒരു കാറ്റടിച്ച് 3 കിലോമീറ്റർ അപ്പുറത്ത് പെയ്യുന്നതാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. എങ്ങനെ കഴിവുണ്ട്? അത് ഇവിടെ പെയ്യുമെങ്കിൽ കൂട്ടിനകത്ത് കയറും, അവിടെ പെയ്യുമെങ്കിൽ കൂട്ടിന് വെളിയിൽ പമ്മി നിൽക്കത്തേ ഉള്ളൂ. ഇത് നമ്മൾ പറഞ്ഞല്ല, മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കാര്യമായി പറയുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള പട്ടിക്കും പന്നിക്കും കടലിൽ കമ്പനം വരുന്നതിൻ്റെ സൂചന വ്യക്തമായി കിട്ടുമെങ്കിൽ വേണ്ട, നമ്മുടെ വീട്ടിലെ ചെറിയ പക്ഷികളായ കോഴിക്കും താറാവിനും ഈ മണ്ണിലേക്ക് പെയ്തിറങ്ങുന്ന മഴത്തുള്ളിയെക്കുറിച്ച് കൃത്യമായി സൂചന കിട്ടുമെങ്കിൽ കാന്തൻ വാനമേഘങ്ങളിൽ വരുന്നതിനെ കുറിച്ച് അവൻ്റെ കാന്തയായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവസഭയ്ക്ക് അകത്തളങ്ങളിൽ സൂചന കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ കരമൊന്നുയർത്തി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. എന്നിട്ട് പറയാമേൻ, കർത്താവായ യേശുവേ വരേണമേ എന്ന് ഉറക്കെ പറ. ഇത് ദിവസങ്ങളിൽ 7-ാമത്തെ ദിവസമാണ്. 2-ാമത്തെ ചിന്തയിലേക്ക് കിടക്കുന്നു. തലമുറകളിൽ ഇത് 7-ാമത്തെ തലമുറയാണ്. എന്താണ് ഈ തലമുറകൾ? 7-ാം തലമുറ എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കേണ്ട. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14, മൊത്തം എത്രയായി? 42. ഇനി അബ്രഹാം മുതൽ പിറകിലേക്ക് ആദാം വരെ എത്രയുണ്ട്? 20. ടോട്ടൽ ആദാം മുതൽ ക്രിസ്തു വരെ 62 തലമുറകൾ ഉണ്ട് വേദപുസ്തകത്തിൻ്റെ അകത്ത്. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. പഴയ നിയമത്തിൻ്റെ കണക്കുണ്ട്. ഒരു പുരുഷൻ്റെ ആയുസ്സാണ് ഒരു തലമുറ. അത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഉൽപ്പത്തി 5-ാം അധ്യായം എടുത്ത് വെച്ചാൽ മതി. ഞാൻ ഇങ്ങനെ പറഞ്ഞു നോക്കി. അവിടെ വായിക്കുന്നത്, ആദാമിന് 130 സംവത്സരമായപ്പോൾ അവനൊരു മകൻ ജനിപ്പിച്ചു, അവന് ശേത്തെന്ന് പേരിട്ടു. പിന്നീട് 800-ലേറെ സംവത്സരങ്ങൾ അവൻ ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിൻ്റെ ആയുഷ്കാലം 930. അപ്പം ആ ഒരു പാരഗ്രാഫ് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് ബൈബിളിലേക്ക് നോക്കിക്ക്. ആ ആദാമിൻ്റെ ആയുഷ്കാലം പറയുമ്പോൾ 930 വർഷം കഴിയുമ്പോൾ 8-10 തലമുറകൾ അവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒറ്റ തലമുറയായിട്ടാണ് അതിനെ കണക്കാക്കി. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുസിനെ 900-നും 1000-നും ഇടയിലുള്ള ഒരു പുരുഷായുസിനെ ഒരു തലമുറയോട് ബന്ധപ്പെടുത്തിയാണ് പഴയ നിയമത്തിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 2-ാമത്തെ പാരഗ്രാഫ് 2-ാമത്തെ തലമുറയാണ്. 3-ാമത്തെ ഖണ്ഡിക 3-ാമത്തെ തലമുറയാണ്. 4-ാമത്തെ പാരഗ്രാഫ് 4-ാമത്തെ തലമുറയാണ്. 5-ാമത്തെ പാരഗ്രാഫ് 5-ാമത്തെ തലമുറയാണ്. 6-ാമത്തെ പാരഗ്രാഫ് 6-ാമത്തെ തലമുറയാണ്. 7-ാമത്തെ പാരഗ്രാഫ് 7-ാമത്തെ തലമുറയാണ്. അതാണ് വാക്യം 21. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 7-ാമത്തെ തലമുറയാണ്. 7-ാം തലമുറയ്ക്ക് കിട്ടിയൊരു ഭാഗ്യം ഒന്ന് വായിച്ചു വിട്ടേ. വാക്യം 21 എടുത്തു വെച്ചില്ലേ? അപ്പൊ ആരാണ് ബ്രദറെ ആ കഥാപാത്രം? ആരാ? ഹാനോക്ക്. കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. വാക്യം വിശദീകരിക്കണോ? 7-ാം തലമുറയിൽ പെട്ടവന്റെ പേരെന്ന് പറഞ്ഞേ. ഇനി അത് ഇവിടെ 1, 2, 3, 4, 5, 6, 7 എണ്ണണോ? യൂദായുടെ ലേഖനത്തിൽ ആ വാക്യം വായിച്ചവര് ഒന്ന് സ്വത്രം പറഞ്ഞ് ആദാം മുതൽ
അപ്പൊ കറക്റ്റ് അല്ലേ? ആദാം മുതൽ ഏഴാമനാണോ ഹാനോക്ക്? എത്രയോ പേര് ജനിച്ചിട്ടുണ്ട്. തലമുറ എണ്ണുമ്പോൾ ഒരു പുരുഷായുസിനെ ഒരു തലമുറയായി കണക്കാക്കുമ്പോൾ ആദാം മുതൽ ഏഴാമനാണ് ഹാനോക്ക്. അങ്ങനെ കണക്കാക്കുമ്പോൾ 1000 വർഷമാണ് പഴയ നിയമത്തിനകത്ത് ദൈവം തമ്പുരാൻ ഒരു തലമുറയായി കണക്കാക്കുന്നതെങ്കിൽ ആദാം മുതൽ ഇതുവരെയുള്ള 6000 വർഷം കൊണ്ട് നമ്മുടെ കണക്കിൽ 100,000 തലമുറ മാറിപ്പോയിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ കണക്കിൽ വെറും 6 തലമുറ മാത്രമേ മാറിപ്പോയിട്ടുള്ളൂ. AD 2000 മുതൽ 3000 വരെ ഇപ്പോൾ ജീവിക്കുന്ന, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ദൈവത്തിന്റെ കണക്കിൽ 7ാമത്തെ തലമുറയിൽപ്പെട്ടവരാ ദൈവമക്കളെ. ഈ 7ാം തലമുറയ്ക്ക് ഒരു സൂപ്പർ ബമ്പർ ലോട്ടോ അടിക്കാൻ സാധ്യതയുണ്ട്. അവൻ നടന്നു പോകുമ്പോൾ എടുക്കപ്പെടുവാനിടയായി, എടുത്തുകൊള്ളപ്പെടുവാനിടയായി. അതുകൊണ്ട് ഹാനോക്കിനെ കണ്ടില്ല. ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്ന 65 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു. അവനാണ് മെതുശാലേഖ്. 300 സംവത്സരങ്ങൾ ജീവിച്ചിരുന്നു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എത്ര മനോഹരമായ വാക്കല്ലേ അവിടെ വായിക്കുന്ന ഈ ഹാനോക്കിന്റെ പ്രത്യേകത. ഈ സ്വർഗരാജ്യത്തിലൊക്കെ ചെല്ലാൻ ഇടയായാൽ, അങ്ങനെ ദൈവം സഹായിക്കട്ടെ, ഒത്തിരി പേരെ കാണുമ്പം ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. നിങ്ങൾ കർത്താവിനെ കണ്ടാൽ എന്തോ പറയും എന്ന് ഞാൻ ആളിനോട് ചോദിക്കാറുണ്ട്. നിങ്ങളോടും ചോദിക്കുക, കർത്താവിനെ കാണുമ്പം ആദ്യമായിട്ട് എന്തോ പറയും? നിങ്ങൾ ചിന്തിക്കുന്ന അവിടെ ചെല്ലുമെന്ന് നോക്കട്ടെ ആദ്യം, എന്നിട്ട് വേണ്ട പിന്നെ എന്തോ പറയൂ. നമ്മൾ ചെല്ലും പറയും. അങ്ങനെ വിശ്വസിക്കണമല്ലോ. നമ്മളൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടല്ലേ ഈ കഠിനാധ്വാനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ചെല്ലുമ്പം നോഹയെ കാണുമ്പം ഹാനോക്ക്, എനിക്ക് ഈ പലരെ കാണുമ്പം കയ്യെ പിടിച്ച് കുലുക്കണമെന്ന് ആഗ്രഹമുണ്ട്, താടിയെ പിടിച്ച് തടവണമെന്ന് ആഗ്രഹമുണ്ട്, കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അർത്ഥം ചോദിക്കാൻ ആഗ്രഹമുണ്ട്, ചുംബിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹാനോക്കിനെ കാണുമ്പം ഒരു മാല ഇട്ട് കൊടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ഇവനാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മാതൃക. 365 കൊല്ലം ഒരു ഭാര്യയോടുകൂടെ ജീവിച്ചു. ഒരു സ്വത്രം പറയണ്ടേ? കേരളത്തിൽ 20 കൊല്ലം കഴിഞ്ഞാൽ ഡിവോഴ്സാണ്. എന്താ കാര്യം? ഇതിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. കോടതി ചോദിക്കുന്നു, 10-15 വയസ്സുള്ള പിള്ളേരില്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൂടെ? ഇന്നാളെ കോടതി ചോദിച്ചു, ഷർട്ടിന് ഒരു കിഴുത്ത് വീണാൽ അത് തുന്നി ഇട്ടുകൂടെ മോളെ? അപ്പോൾ ആ പെണ്ണ് പറയുക, ഷർട്ടിൻ്റെ എല്ലാ ഭാഗത്തും കിഴുത്ത് വീണാൽ തുന്നുന്നതിനേക്കാൾ നല്ലത് പുതിയ തുണി മേടിക്കുകയല്ലേ എന്ന്. ഡിവോഴ്സ് കേസുകൾ വർദ്ധിക്കുകയാണ്. ഇവിടെയാണ് ഈ മനുഷ്യൻ്റെ പ്രത്യേകം. ഇത്രയും വർഷം ഒരു ഭാര്യയോടുകൂടി ജീവിച്ചു. അപ്പോൾ ഒരു സ്വത്രം പറയണ്ടേ? ചുമ്മാ ഒരു ചോദ്യം, അങ്ങനെ കാര്യമായി ചിന്തിക്കാനല്ല കേട്ടോ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഭാര്യ മതിയോ, ഇപ്പോഴുള്ള ഭർത്താവ് മതിയോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ കണ്ടോ, ആരും സ്വത്രം പറയുന്നില്ല. എന്നാ കാര്യം? എൻ്റെ ഭാഷയെ അറം പറ്റുന്ന വാക്കൊന്നും പറയാതെ ഇനിയൊരു ജന്മം. ഈ ജന്മം തന്നെ ഇതുങ്ങളെ കൊണ്ടു കിടക്കുന്ന പാടെന്താണെന്ന്. ഇനി പിള്ളേരോട് ചോദ്യം, പിള്ളേരെ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ അപ്പനമ്മയും മതിയോ? പാസ്റ്റേ, ഇങ്ങനെയൊന്നും പറയാതെ. ഈ ഒന്നും അറിയാൻ മേലാത്ത 2 വിഡ്ഢികൾ ആരാണ് ലോകത്തിൽ? കാരണന്മാരാണ്. ഇൻ്റർനെറ്റ് അറിയില്ല, ഇമെയിൽ അറിയില്ല, കമ്പ്യൂട്ടർ അറിയില്ല, വാട്സാപ്പ് അറിയില്ല, ഒന്നും അറിയില്ല. ഒരു കൊച്ചൻ പറഞ്ഞു, മൊബൈലിനകത്ത് മെസ്സേജ് അയക്കാൻ അറിയാമേല, വന്നാൽ എടുക്കാൻ അറിയാമേല, ഒരു കോള് വരുമ്പോൾ പച്ച ഞെക്കേണ്ടതിനെ പറഞ്ഞ് ചുമപ്പാണ് പിടിച്ചത്. ഹലോ ഹലോ ഹലോ, റേഞ്ച് ഇല്ലെന്നാ തോന്നുന്നു. ഈ വിഡ്ഢികളെ അടുത്ത ജന്മവും കൂടെ എങ്ങനെ സഹിക്കുമെന്നാ ഭാഷ പറയുന്നത്. അല്ല, മുനി ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ ഭാര്യ മതിയോ, ഭർത്താവ് മതിയോ? അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ മക്കൾ മതിയോ, മാതാപിതാക്കൾ മതിയോ? അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. 3ാമത്തെ ചോദ്യത്തിന് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. ഏതാണത്? ഇനിയൊരു ജന്മം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഇല്ല. എന്നാലും പറയുക, ഇപ്പോൾ ആരാധിക്കുന്ന, ഇപ്പോൾ സേവിക്കുന്ന ഈ യേശുവിനെ തന്നെ മതിയോ നിങ്ങൾക്ക് ദൈവമായിട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ ഞാൻ കൈയടിക്കാൻ പറയേണ്ട കാര്യമുണ്ടോ? സ്വത്രം പറയാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇരിക്കുന്ന ഇടത്തുനിന്ന് ചാടി എഴുന്നേറ്റ് പറയും, കർത്താവേ, 1000 ജന്മം ലോകത്തിൽ ലഭിച്ചാലും നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ വേണ്ട. ഇന്ന് രാത്രി കരങ്ങൾ അടിച്ചോണ്ട് പറ, അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോലെ ആരാധ്യനായിട്ട് ആരുമില്ല. ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തെ സ്തുതിച്ചിട്ടും മതി വരാത്ത ഈ നിസ്തുല്യത യേശുവിനല്ലാതെ ലോകത്തിൽ മറ്റാർക്കും അവകാശപ്പെടുവാൻ കഴിയത്തില്ല. എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഹാനോക്ക് എങ്ങനെയാണ്? അവൻ ദൈവത്തോട് നടന്നു പോയപ്പോൾ എന്ത് ചെയ്തു? ഒരു സ്വത്രം പറഞ്ഞ് അവസാനിപ്പിക്കണ്ടേ? ഇത് 7ാം തലമുറയാം. പിള്ളേരോട് പറയാം, അവൻ ഭാര്യയോടുകൂടെ ജീവിച്ചു, മക്കളോടുകൂടെ ജീവിച്ചു, ദൈവത്തോടു കൂടെ. എൻ്റെ ചോദ്യം, എന്നതാ കൂടെ ഇരിക്കുന്നത്? എന്നതാ മാറോട് ചേർത്ത് പിടിക്കുന്നത്? ബാത്റൂമിനകത്ത് മൊബൈലാണ്, ഭക്ഷണം കഴിക്കുമ്പോഴും ഇൻ്റർനെറ്റാ, എപ്പോഴും വാട്സാപ്പിനകത്താ. ഇന്നത്തെ തലമുറ, ഇന്നത്തെ
ഞങ്ങൾ അടക്കമുള്ള ആളുകൾ ആരെയും വേർപെടുത്താൻ പറ്റുകയില്ല. ചേർത്ത് പിടിച്ചിരിക്കുന്നത് ദൈവത്തെ അല്ല, മറ്റ് പലതിനെയുമാണ്. ഒറ്റ ദൂത് പറഞ്ഞ് നിർത്തേണ്ടിയിരിക്കുന്നു. നടന്നു പോകുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള 7ാം തലമുറയിൽ ജീവിക്കുന്നത് കൊണ്ട് മാറോട് ചേർത്ത് പിടിക്കേണ്ടത് ആധുനിക യന്ത്രോപകരണങ്ങളല്ല. പിടയ്ക്കുന്ന ഹൃദയത്തിനകത്ത് സ്വീകരിച്ച യേശുക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഖത്തറിൽ നടന്നു. ഈ തലമുറ നടന്നു പോകുമ്പോൾ കാഹളം ധ്വനിക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ സഭായോഗത്തിൽ ഒരുപക്ഷെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി ഇതിനകത്ത്? 2 കൊല്ലം മുൻപാണ് റാന്നിയിൽ പാസ്റ്റർ ജെ.സി. പാറക്കടവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. കുഴഞ്ഞു വീട് മരിച്ചു. എപ്പോഴാ മരണം? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ കോട്ടയം 14 മൈൽ പ്രസംഗിക്കുക. എവി ഇബ്രാഹിം മെസ്സേജ് വിട്ടു, ജെ.സി. ആശുപത്രിയിലാണ്, പ്രാർത്ഥിക്കണം. വണ്ടി കയറി ഇപ്പം മെസ്സേജ് വന്നു, ജെ.സി. യാത്രയായി. എൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പേരും ഒരുപോലെ. ഞാൻ ജോയി പാറയ്ക്കൽ, എൻ്റെ വീട്ടിൽ പേരാ. അദ്ദേഹം ജെ.സി. പാറക്കടവിൽ. തിരുവനന്തപുരത്തൊക്കെ ചെല്ലുമ്പോൾ എന്നെ ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഇന്ന് രാത്രി ജോയി പാറക്കടവിൽ പ്രസംഗിക്കുമെന്നും പറഞ്ഞാൽ കുറേ ആളുകൾ ധരിച്ചു ഞാനാണ് മരിച്ചതെന്ന്. നമ്മുടെ നിലമ്പൂർ ഓഫീസിലോട്ട് വിളിച്ചു ചോദിച്ചു റജു സാറിനോട്, എപ്പോഴാണ് അടക്കം? ജോയി പാറക്കൽ സാറ് മരിച്ചല്ലോ. പുള്ളി ആ കസയിലോട്ട് ഇങ്ങനെ ചാഞ്ഞിരുന്നു, ദൈവമേ ഇന്നലെ ഇവിടുന്ന് പോയ മനുഷ്യനാണ്, എന്ത് പറ്റി? ഞാൻ കുറച്ച് സഭകളൊക്കെ ഉണ്ട്. അപ്പോൾ പാസ്റ്റർമാർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി റജു സാർ ഇങ്ങനെ ഏത് തരത്തിലുള്ള മെസ്സേജാണ് അയക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കും വിളി വന്നു, എൻ്റെ വീട്ടിലോട്ട് വിളി വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മരിച്ചു എന്നുള്ളത് വാർത്ത പരന്നതിനേക്കാൾ രസകരം, എന്നോട് വിളിച്ചു ചോദിച്ചു ആളുകൾ ഞാൻ ചത്തോന്നു. ഒരുത്തൻ കടമ്പനാണെന്ന് വിളിച്ചേക്കിടും. ജോയി പാറക്കൽ സാറാന്നോ? അതെ. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് വിളിക്കുക. ആദ്യമായിട്ട് വിളിച്ചപ്പോൾ ആരോഗ്യം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ചത്തിട്ടില്ല. ഞാൻ പറഞ്ഞു കൃപയാൽ ജീവിച്ചിരിക്കുന്നു ബ്രദറെ, ഞാനല്ല മരിച്ചത്, ജെ.സി. പാറക്കടവിലാണ് മരിച്ചത്. എന്തെങ്കിലും മനസ്സിലായോ? കല്ലമല കുഞ്ഞുമോനച്ഛൻ എപ്പോഴാണ് മരിച്ചത്? ചായക്ക് മധുരം കുറവാണ്. ആൻറ്റിയെ മധുരം ഇട്ടുകൊണ്ട് വരുമ്പോൾ അച്ഛൻ എവിടെ ഇരിക്കുന്നു? അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ചത്തിരിക്കുകയാണ്. പിള്ളേരെ കടങ്ങാന്ന് പറയില്ലേ, പത്തനാപുരത്ത് പാപ്പച്ചൻ്റെ പച്ചപ്പാടത്ത് 10 പച്ച തത്ത ഒത്ത് ചത്ത്. തൃശ്ശൂർ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ, ചുമ്മാ പറയില്ല, തൃശ്ശൂർ ഇന്ത്യ പെന്തക്കോസ് ദൈവ പൂമല. ഒരമ്മച്ചി പറഞ്ഞു, പ്രാവിനുള്ളതുപോലെ ചിറകെനിക്കുണ്ടായിരുന്നെങ്കിൽ പറന്ന് ഞാൻ പോയതിൻ്റെ സന്നിധിയിൽ. ബാക്കി കേട്ടില്ല. ബാക്കി എന്തോന്നാ വാക്യം? ഇരിക്കുമായിരുന്നു. അപ്പോൾ ആളുകൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ അമ്മച്ചി അവിടെ ഇരിക്കുക. മരിച്ചൂന്ന്. സഭായോഗത്തിൽ ആൾ മരിച്ചു. മലബാറിൽ സഭയിൽ ചെന്നപ്പം ഞാൻ സഭാഹാളത്തിൽ ഒരു അമ്മച്ചയ്ക്ക് ഫോട്ടോ വെച്ചു. അപ്പോൾ ഇത് അമ്മച്ചയ്ക്ക് യാത്രാമംഗളങ്ങൾ. ഞാൻ ചോദിച്ചു തന്നെ അമ്മച്ചി എവിടെ പോയി? 13 കൊല്ലം കഴിഞ്ഞപ്പം മക്കളെ ഫയൽ ചെയ്ത് അമേരിക്ക വല്ല ഭാഷ നിത്യത്തിലേക്ക് പോയി. അതിനെന്തിനാ അങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നത്? അത് മറക്കാൻ പറ്റത്തില്ല സഭായോഗം. അമ്മച്ചി മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അന്ന് എന്നാണ് സംഭവം എന്ന് പറയും. സഭായോഗത്തിൽ ചട്ടയും കൊണ്ട് കൊടുത്ത അമ്മച്ചി മുന്നോട്ട് വന്നിച്ചും ഈ പെന്തിക്കോസിനകത്തും ആരാധിക്കുന്ന സമയത്തും മൊബൈലിനകത്ത് തോണ്ടുന്ന പിള്ളേരുണ്ടല്ലോ. ഇവിടെ പാസ്റ്റർ കർത്തമേശയെടുത്ത് അപ്പം എടുത്ത് തോണ്ടി ആ നേരം ചൊരിഞ്ഞ രക്ഷിതാവിൻ രക്തമേന്ന് പറയാൻ പിള്ളേർ തോണ്ടിക്കൊണ്ടിരിക്കുക. ഈ അമ്മച്ചി എന്ന് വെച്ചും പിള്ളേരെ ഒരു ഇടി ഇടിച്ചു പറഞ്ഞു, എന്നാ മക്കളെ ഇങ്ങനെ നിൽക്കുന്നത്, നന്നായിട്ട് അങ്ങ് ആരാധിക്കുക, കർത്താവ് വരാറായി എന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ ഇടി പേടിച്ചിട്ട് പിള്ളേരെല്ലാം മൊബൈൽ താഴെ വെച്ച ആരാധിക്കാത്ത പിള്ളേരെല്ലാം അമ്മച്ചി ഇടിച്ചു. ഇടി ഏറ്റപ്പം പിള്ളേർ ആരാധിച്ചു. ആ ഇടി നേരെ ആൺപിള്ളേരെ ഇടിച്ചു. അങ്ങനെ നടന്ന് ഇടിയായിരുന്നു അമ്മച്ചിയുടെ ഇടി പേടിച്ചന്ന് ആത്മാവിൽ പിള്ളേർ ആരാധിച്ചു. ആ പാസ്റ്റർ പറയുക, 6-7 തമ്പേറ് ഞാൻ വന്നതിന് ശേഷം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷേ അന്ന് ഒരു തമ്പേറുമില്ലാതെ 6 കുട്ടികൾ അന്ന് അഭിഷേകം പ്രാപിച്ചു. പ്രേസലോ, ആരാധന നീണ്ടുപോയി. പാസ്റ്റർക്ക് പ്രസംഗിക്കാൻ സമയമില്ല. 12:45 ഇടിച്ച് ആരാധന നിന്നപ്പോൾ ആൾ വെച്ചു ഇത്രയും വലിയ ആത്മീയ ഉണർവുണ്ടാകാൻ ആരാ മുഖാന്തരം? നമ്മുടെ പഴയ അമ്മച്ചി. നോക്കിയപ്പോൾ അമ്മച്ചി പുറകെ പോയിരിക്കുക. ചെന്നപ്പോൾ 48 മിനിറ്റായി അമ്മച്ചി മരിച്ചിട്ട്. സ്തോത്രം. ഞാനിവിടെ പറഞ്ഞു നിർത്തട്ടെ. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടാൻ സാധ്യതയുള്ളൊരു തലമുറ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ളൊരു തലമുറ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കോളേജിലേക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ നടന്നു പോകുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു തലമുറ
സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള തലമുറ. എത്ര പണമുണ്ടെങ്കിലും ഹോം നേഴ്സിനെ നിർത്തി മലമൂത്ര വിസർജനം ചെയ്ത് മക്കളുടെ കൊച്ചുമക്കളുടെ ഭാവി കണ്ട് വല്ലവർക്കും ഒരു തലവേദനയായി കട്ടിലെ കിടക്കാതെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടാൻ ഒരു ഭാഗ്യം തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് എടുത്തുകൊള്ളപ്പെടുന്നവരുടെ തലമുറയാണിത്. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ.